ഹായ് എവ്രി വൺ. ഞാനിന്ന് ഭയങ്കര ഹാപ്പിയാണ്. എന്താണെന്നറിയോ? അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. ഇതെൻ്റെ ഒരു നഴ്സിംഗ് കരിയർ സ്റ്റോറിയാണേ. അപ്പോൾ ഒരു നഴ്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് കയറിയതാണ്. എമർജൻസിയിലായിരുന്നു ജോലി. അപ്പം ഞാൻ ജോലിക്ക് ഫസ്റ്റ് ഡേ ഇൻ മൈ എമർജൻസി നഴ്സിംഗ് ലൈഫ് ഞാനൊരു സ്യൂച്ചറിങ് അസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സ്യൂച്ചറിങ് അസിസ്റ്റ് ചെയ്ത് ഞാൻ തലയിറങ്ങിയിരുന്നു. അന്നു മുതൽ എനിക്ക് ബ്ലഡ് കാണുമ്പം ചെറിയൊരു തലകറക്കം. അതുകൊണ്ട് തന്നെ ഞാൻ OT-യിലോ അങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും സ്പെഷ്യലൈസേഷൻ ആയിട്ട് എടുത്തില്ല. പിന്നെ അവിടുന്ന് ആദ്യത്തെ ED എക്സ്പോഷർ ആയതുകൊണ്ട് പിന്നെ എല്ലാം അങ്ങോട്ട് ED ആയിരുന്നു. ഇല്ല, അപ്പൊ അങ്ങനെ സ്യൂച്ചറിങ് ഒക്കെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ഇച്ചിരി ടെൻഷനായിരുന്നു. എങ്ങാനും തലകറങ്ങി വീണാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ. അപ്പൊ ഈ പേടിയിൽ നിന്നൊന്ന് മാറണമല്ലോ എന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ പയ്യെ സ്യൂച്ചറിങ്സ് അസിസ്റ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ എന്നാ പിന്നെ നമുക്ക് സ്യൂച്ചറിങ് പഠിച്ചാലോ എന്ന് വിചാരിച്ച് ഡോക്ടേഴ്സിന്റെ കൂടെ നിന്ന് സ്യൂച്ചറിങ് ഒക്കെ പഠിച്ച് ചെറുതായിട്ട് സ്യൂച്ചറിങ് ചെയ്യാൻ തുടങ്ങി. ഇന്ന് ഞാൻ 4 സ്യൂച്ചറിങ് ചെയ്തു തന്നെ. എന്നിട്ട് ആ ചെയ്ത സ്യൂച്ചറിങ് എല്ലാം കണ്ടിട്ട് ഡോക്ടർ ഒരുപാട് ഹാപ്പിയായി. ഡോക്ടർ പറഞ്ഞ് നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പം ഞാനും ഭയങ്കര പ്രൗഡായി. ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളിലല്ലേ നമ്മൾ പ്രൗഡ് ആവേണ്ടത്. അപ്പോ അതാണ് ഞാൻ പറഞ്ഞ എന്റെ കുഞ്ഞു സന്തോഷം. ഇത് കേൾക്കുന്ന നിങ്ങൾ കുറച്ചെങ്കിലും ആൾക്കാർക്ക് ഇതൊരു ചെറിയ കാര്യമായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ കാര്യമാണ്. ഇങ്ങനത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങളല്ലേ നമ്മളെ കുറിച്ച് പ്രൗഡ് ആവേണ്ടത്. എന്റെ നഴ്സിംഗ് കരിയറിലെ ഇതൊരു വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മളുടെ ഓരോരോ ജീവിതത്തിലെ ഭയങ്ങളെ നമ്മൾ നേരിട്ട് അത് ചെയ്തു തുടങ്ങി കഴിയുമ്പം പതിയെ നമുക്ക് മനസ്സിലാവും ആ ഭയം പിന്നെ നമ്മളിൽ ഇല്ലെന്ന്. അപ്പോൾ എല്ലാവരും ഭയങ്ങളെയൊക്കെ മാറ്റിവെച്ച് മുന്നോട്ടേക്ക് പോരാടുക. അത്രേ പറയാനുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.